And so we are continuing the chapter Amnesty. So we discussed the first three paragraphs. So there was no cash from that. That means the mother's vegetable garden. Then അതുകൊണ്ട് തന്നെ ട്രയൽ സമയത്തൊന്നും ഇവർക്ക് നമ്മുടെ ലവറിനെ കാണാൻ പോകാനായിട്ട് പറ്റിയില്ല. When I saw him in the court, he looked beautiful in a blue suit with a striped shirt and brown tie. All the accused, his comrades, he said, were well dressed. The union bought the clothes so that the judge and the prosecutor would know they were not dealing with stupid yes-bars black men who didn't know their rights. അപ്പോൾ പറയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ട് കോർട്ടിലോട്ട് പോയി. ഈ കോർട്ടിലോട്ട് പോയ സമയത്ത് ഓൾ ദ കൊമറേറ്റ്സ് ഈ പ്രശ്നത്തിൽ പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ബ്ലൂ സ്യൂട്ട് വിത്ത് എ സ്ട്രൈപ്ഡ് ഷർട്ട് ആൻഡ് ബ്രൗൺ ടൈ. അപ്പോൾ ഈ യൂണിഫോം ഇവർക്ക് യൂണിയൻ തന്നെ കൊടുത്തതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജിനും പ്രോസിക്യൂട്ടറിനും മനസ്സിലാക്കണം അവർ ഡീൽ ചെയ്യുന്നത് സ്റ്റുപ്പിഡായിട്ടുള്ള ബ്ലാക്ക് മെനിനല്ല, അതായത് റൈറ്റ്സിനെ കുറിച്ച് അറിയാത്ത ബ്ലാക്ക് മെനൊന്നുമല്ല, അത്യാവശ്യം എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ റൈറ്റ്സിനെയൊക്കെ കുറിച്ച് നന്നായി അറിയാവുന്ന ബ്ലാക്ക് മെനിനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ യൂണിഫോം കൊടുത്തത്. These things and everything else about the court and trial he explained to me when I was allowed to visit him in jail. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തിനാണ് ഈ യൂണിഫോം എന്തിനാണ് ട്രയൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നരേറ്റർ, അതായത് യങ് ആഫ്രിക്കൻ ലേഡി അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് അലൗഡ് ടു വിസിറ്റ് ഹിം ഇൻ ജയിൽ. ഈ ലവറിനെ ജയിലിലോട്ട് കാണാൻ പോയപ്പോഴാണ്. Our little girl was born while the trial went on, and when I brought the baby to court the first time to show him, his comrades hugged him and then hugged me across the barrier of the prisoner's dock, and they had clubbed together to give me some money as a present for the baby. He chose the name for her Inkululeko. അങ്ങനെ ഈ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് അവരുടെ ആദ്യത്തെ ബേബി ഉണ്ടാവുകയാണ്. സോ ഈ ബേബീനെയായിട്ടാണ് ഇവൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രയൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ദിവസം കോർട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം കാണിച്ചു. അപ്പോൾ ഈ ബേബീനെ നമ്മുടെ ലവറിന് കാണിച്ചപ്പോൾ ലവർ എന്ത് ചെയ്യുന്നു, ബേബീനെ കണ്ടു. ദെൻ അവർ കൊമ്രേഡ്സ് തമ്മിൽ ഹഗ് ചെയ്യുകയും പിന്നെ ഈ പ്രിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നിട്ട് ഇവളെയും ഹഗ് ചെയ്യുന്നു. ദെൻ ഹി നെയിംഡ് ബേബിക്ക് പേര് കൊടുത്തു. ദാറ്റ് ഈസ് ഇൻകുലുലേക്കോ. ഇറ്റ് മീൻസ് ഫ്രീഡം. ദെൻ ദ ട്രയൽ വാസ് ഓവർ ആൻഡ് ഹി ഗോട്ട് 6 years. അങ്ങനെ ട്രയൽ കഴിഞ്ഞു, 6 വർഷമാണ് ശിക്ഷ കിട്ടിയത്. ഹി വാസ് സെൻഡ് ടു ദ ഐലൻഡ്. അങ്ങനെ അവനെ ഐലൻഡിലോട്ട് അയക്കുന്നു. ഐലൻഡാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. വി ഓൾ നോ അബൌട്ട് ദ ഐലൻഡ്. അവർ ലീഡേഴ്സ് ഹാഡ് ബീൻ ദർ സോ ലോങ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഐലൻഡിനെ കുറിച്ച് അറിയാം. ഞങ്ങളുടെ ലീഡേഴ്സൊക്കെ കുറേ കാലം ആ ഐലൻഡിൽ, അതായത് അവിടെ പ്രിസണിൽ കിടന്നിട്ടുള്ളതാണ്. ബട്ട് ഐ ഹാവ് നെവർ സീൻ ദ സീ എക്സെപ്റ്റ് ടു കളർ it in blue at school, and I couldn't imagine a piece of earth surrounded by it. അപ്പോൾ നമ്മുടെ ലേഡി നരേറ്റർ പറയാണ്, ഞാൻ ഇതുവരെ എന്ത് കണ്ടിട്ടില്ല, കടൽ കണ്ടിട്ടില്ല. സ്കൂളിൽ ചിത്രം വരയ്ക്കുമ്പോൾ കളർ ചെയ്യാൻ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്, ബ്ലൂ കളർ കൊടുക്കാൻ പറഞ്ഞിട്ട്, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റും കടലുള്ള ഒരു ഐലൻഡ് അവൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. സോ നമ്മൾ ബ്ലൂ എന്നുള്ള കളർ നമുക്ക് കുറേ സ്ഥലത്ത് കാണാനായിട്ട് പറ്റും. I could only think of a cake of duck dropped by the cattle floating in a pool of rainwater. They had crossed the water, showing the sky like a whole glass blue. I was ashamed only to think that, and he had told me how the glass walls showed the pavement trees and the other buildings in the street and the colors of the cars and the clouds as the crane lifted him on a platform higher and higher to the sky to work at the top of a building.
അപ്പോൾ പറയാണ് ഇവൾക്ക് ആകെ കൂടി അറിയുന്നത് ഈ കൗഡഗ് വെള്ളത്തിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫ്ലോട്ടിങ്ങും അങ്ങനെയുള്ള ഐലൻഡൊക്കെ ഇവൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വളരെ നാണക്കേട് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവളുടെ ലവർ പറഞ്ഞിട്ട് ഇവൾക്കറിയാം. അതായത് എങ്ങനെയാണ് ഈ ഗ്ലാസ് വോളായിട്ടുള്ള ആ ബിൽഡിങ്ങിലെ കാര്യങ്ങൾ, അവിടെ ട്രീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ സ്ട്രീറ്റ്സ് എങ്ങനെയാണ്, ദെൻ കാറിൻ്റെ കളേഴ്സ് എങ്ങനെയാണ്, കാർ എത്ര ഉണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ്സ്, ഈ ക്രെയിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലൗഡ്സ് എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പണി ചെയ്യാൻ പോകുമ്പോൾ ഇവൻ കാണുന്ന ഓരോ കാഴ്ചകൾ. കാരണം ആകാശം മുട്ടയുള്ള ബിൽഡിങ്ങാണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സീനറീസ് വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ട് ഇവൾക്കറിയാം. ഹി വാസ് അലൗഡ് 1 letter a month. അപ്പോൾ ഇവന് മാസത്തിൽ ഒരു ലെറ്റർ എഴുതാനുള്ള അവകാശം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് മൈ ലെറ്റർ ബിക്കോസ് ഹിസ് പാരൻസ് ഡിഡ്ന്റ് നോ ഹൗ ടു റൈറ്റ്. അപ്പോൾ പറയാണ് ഈ ലെറ്റർ അയക്കുന്നത് ഇവളാണ് അയക്കുക, അതുപോലെ തന്നെ വരുന്ന ലെറ്റർ വായിക്കുന്നതും ഇവൾ തന്നെയാണ്. കാരണം പാരൻസിനെ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. I used to go to them where they worked on another farm to ask what message they wanted to send. അപ്പോൾ ഇവളാണ് ലെറ്റർ അയക്കുന്ന ആൾ. അപ്പോൾ ലെറ്റർ അയക്കുമ്പോൾ ഇവൾ എന്ത് ചെയ്യും, ഫാമിലോട്ട് പോവും. അവർ വർക്ക് ചെയ്യണത് വേറെ ഫാമിലാണ്. അപ്പോൾ ആ ഫാമിലോട്ട് പോയിട്ട് ചോദിക്കും എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യാനുണ്ടോ. Then the mother always cried and put her hands on her head and said nothing. And the old man who preached to us in a weald every Sunday said, "Tell my son, we all praying, God will make everything all right for him." അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും വിഷമമാണ്. സോ അമ്മ തലയിൽ കൈവച്ച് കരയും, എന്നിട്ട് പറയും ഒന്നുമില്ല എന്ന് പറയും. ദെൻ ദ ഓൾഡ് മാൻ, അത് ദൈവവിശ്വാസത്തിൽ കൂടിയ ആളാണ്, എല്ലാ സൺഡേസിലും പ്രീച്ചിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ആൾ പറയും ദൈവം കൂടെ ഉണ്ട്, അതെല്ലാം ശരിയാക്കി തരുമെന്ന് എഴുതാനായിട്ട് ഇവളോട് പറയും. വൺസ് ഹി റോട്ട് ബാക്ക്, അപ്പോൾ ഒരു വട്ടം അയാൾ തിരിച്ചെഴുതി, ദാറ്റ്സ് ദ ട്രബിൾ, അവർ പീപ്പിൾ ഓൺ ദ ഫാംസ്, ദേ ആർ ടോൾഡ് ഗോഡ് വിൽ ഡിസൈഡ് വാട്ട്സ് ഗുഡ് ഫോർ ദെം സോ ദാറ്റ് ദേ വോണ്ട് ഫൈൻഡ് ദ ഫോഴ്സ് ടു ഡു എനിത്തിങ് ടു ചേഞ്ച് ദെയർ ലൈഫ്. അപ്പോൾ പറയാണ് തിരിച്ച് ലെറ്റർ എഴുതുമല്ലോ. അപ്പോൾ ഇവിടെ ഓൾഡ് മാൻ പറഞ്ഞത് ദൈവമെല്ലാം ശരിയാക്കി തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഇവൻ ഈ ലെറ്റർ എഴുതുന്നത്. പറയാണ് ദാറ്റ്സ് ദ ട്രബിൾ, അതാണ് പ്രശ്നം. നമ്മുടെ ആളുകൾ, നമ്മുടെ ഫാമിലെ ആളുകൾ എല്ലാവരും വിചാരിക്കുന്നത് ദൈവമെല്ലാം ശരിയാക്കി തരുന്നതാണ്, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ദൈവം എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒന്നും മാറാത്തത്. എനിത്തിങ് ടു ചേഞ്ച് ദെയർ ലൈഫ്സ്, അതാണ് മറുപടി വന്നത്. After 2 years had passed, we, his parents and I, had saved up enough money to go to Cape Town to visit him. We went by train and slept on the floor at the station and asked the way next day to the ferry. Then people were kind. They all knew that if you wanted the ferry, it was because you and somebody of yours on the island. അപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഞാനും അതായത് ഞങ്ങളും അവൻ്റെ പാരൻസ് ആൻഡ് ഐ, അതാണ് ഉദ്ദേശിക്കുന്നത്. അയാളുടെ പാരൻസും ഞാനും എന്ത് ചെയ്തു, അങ്ങോട്ട് പോകാനുള്ള കേപ്പ് ടൗണിലോട്ട് പോകാനുള്ള മണി ശേഖരിച്ച് വെച്ച് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ ആയപ്പോൾ ട്രെയിനിൽ കയറിപ്പോയി. ഒരു ദിവസം സ്റ്റേഷനിൽ നിലത്ത് കിടന്നുറങ്ങി. ദെൻ പിറ്റത്തെ ദിവസം എന്ത് ചെയ്തു, ഫെറിയിലോട്ടുള്ള വഴി ചോദിച്ചു. പീപ്പിളൊക്കെ എങ്ങനെയാണ്, ദേ ആർ വെരി കൈൻഡ്, വളരെ സ്നേഹമുള്ള ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആ ഐലൻഡിൽ ഈ പ്രിസണേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വഴി ചോദിക്കുമ്പോൾ അറിയാം നമ്മുടെ ആരെങ്കിലും ഐലൻഡിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദർ വാസ് ദ സീ. അങ്ങനെ ഫെറിയുടെ അടുത്തേക്ക് എത്താണ്. സീ ആദ്യമായിട്ട് കാണുകയാണ്. ഇറ്റ് വാസ് ഗ്രീൻ ആൻഡ് ബ്ലൂ, അപ്പോൾ പച്ചയും നീലയും കലർന്നിട്ടാണ് സീ. ക്ലൈംബിങ് ആൻഡ് ഫോളിങ്, ബേഴ്സ്റ്റിംഗ് വൈറ്റ് all the way to the sky. A terrible wind was slapping it with wave and that. It hit the island, but people like us, also waiting for the ferry, pointed where the island must be, far out the sea that I never thought would be like really it was. അപ്പോൾ പറയാണ് കടലിനെ വർണ്ണിക്കുകയാണ്, തിരകൾ ഇങ്ങനെ വന്നടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും
അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് പേര് ഫെറി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പോയിൻ്റ് ഔട്ട് ചെയ്യണം അവിടെയാണ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ തന്നെ പേടിയാവാം. There were other boats and ships as big as buildings that go to other places. All over the world, the ferry is only for the island. It doesn't go anywhere else in the world, only to the island. അപ്പോൾ പറയുകയാണെങ്കിൽ ഇവർ പോയ സ്ഥലത്ത് പോർട്ടിലാണ് പോയത്. അവിടെ കുറേ ഷിപ്പ് കുറേ ഫെറീസൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഈ ഐലൻഡിലോട്ടുള്ള ഫെറി വേറെ എങ്ങോട്ടും പോവില്ല, ആ ഐലൻഡിലോട്ട് മാത്രമേ പോവുള്ളൂ. So everybody waiting. There was waiting for the island. There could be no mistake. We were not in the right place. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഐലൻഡിലോട്ട് പോകാൻ ക്യൂ ആണ് ആളുകൾ. ഇവർക്കിനി വഴി തെറ്റുമോ എന്നുള്ള ഡൗട്ടായി. കാരണം ഇത്രയധികം ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. We had sweets and biscuits, trousers and a warm coat for him. A woman standing with us said we couldn't be allowed to give him the clothes, and I was not wearing any more the old beret pulled down over my head that farm girls wear. I had bought relaxer cream from the man who comes round the farms selling things out of the box of his bicycle, and my hair was combed up thick under a flowered scarf that didn't cover the gold colored rings in my ears, and his mother had her blanket tied around her waist and over her dress, a farm woman, but I looked just as good as any of the other girls there. അപ്പോൾ ഇവൾ ലവറിനെ കാണാൻ പോവാണ്. സോ ഇവൾ ഡ്രസ്സ് ചെയ്ത ഇതാണ് പറയുന്നത്. സ്കാർഫ് തലയിൽ കെട്ടിയിട്ടുണ്ട്. ദെൻ ഫാം ഗേൾസ് വെയർ ചെയ്ത പോലെയുള്ള ഐറ്റംസൊക്കെ ഇവളും വെയർ ചെയ്തിട്ടുണ്ട്. പിന്നൊരു ഗോൾഡ് കളർ റിങ്സ് ഇവൾ ചെവിയിലിട്ടിട്ടുണ്ട്. കാണുന്ന തരത്തിലാണ് അവൾ സ്കാർഫ് കെട്ടിയിട്ടുള്ളത്. മദർ ഒരു ബ്ലാങ്കറ്റ് വേസ്റ്റിൽ കെട്ടിയിട്ടുണ്ട്. ഫാം വുമൺ പോലെ തന്നെയാണ്. ഇവൾ പറയുന്നത് ഞാൻ നല്ല ഭംഗിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, അവിടെയുള്ള എല്ലാ വുമണിനേക്കാളും നല്ല ഭംഗിയിൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ ഇവളെ ലവറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ്, ബിസ്ക്കറ്റ്, ട്രൗസേഴ്സ്, അതുപോലെ തന്നെ ഒരു വാം കോട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഫെറി കാത്തു നിൽക്കുന്ന ഒരു ലേഡി പറഞ്ഞു ഡ്രസ്സൊന്നും അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ കൈ പിടിച്ചിട്ടുണ്ട്. When the ferry was ready to take us, we stood all pressed together and quiet like the cattle waiting to be let ത്രൂ എ ഗേറ്റ്. അപ്പോൾ അങ്ങനെ ഫെറി വന്നപ്പോൾ എല്ലാവരും ലൈനായിട്ട് നിൽക്കുകയാണ്. ഈ കന്നുകാലികൾ നിൽക്കുന്ന പോലെ ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. വൺ മാൻ കെപ്റ്റ് ലുക്കിംഗ് റൗണ്ട് വിത്ത് ഹിസ് ചിൻ മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. ഒരാൾ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും അടിമുടി നോക്കുന്നുണ്ട്. ഹി വാസ് കൗണ്ടിങ്, അയാൾ എണ്ണ എടുക്കുകയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ അഫ്രൈഡ് ദർ were too many to get on and he didn't want to be left behind. We all moved up to the policeman in charge and everyone ahead of us went onto the boat. But when our turn came and he put out his hand for something, I didn't know that what. അപ്പോൾ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെക്കിങ്ങിൽ പോലീസ്മാൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇവരുടെ മുന്നേ വരെയുള്ള എല്ലാവരും കയറി. ഇവരുടെ ടേൺ എത്തിയപ്പോൾ പോലീസുകാരൻ കൈ നീട്ടി. എന്തിനു വേണ്ടിയിട്ടാണ് കൈ നീട്ടിയെന്ന് ഇവൾക്ക് മനസ്സിലായില്ല. We didn't have a permit. ഞങ്ങൾക്ക് പെർമിറ്റ് ഇല്ല. We didn't know that before you came to Cape Town, before you came to the ferry for the island, you have to have a police permit to visit a prisoner on the island. അപ്പോൾ പറയാണ് പെർമിറ്റ് എടുക്കണം. അതിവിടെ എടുത്തിട്ടില്ല. അവരുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഒരു പെർമിറ്റ് വേണം പ്രിസണറിനെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ളത്. ആ പെർമിറ്റ് ഇവിടെ എടുത്തിട്ടില്ല. അത് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഐ ആസ്ഡ് ഹിം നൈസ്ലി. അപ്പോൾ ആ പോലീസ്മാനോട് ചോദിച്ചു കയറ്റി വിടാറോ എന്നൊക്കെ ചോദിച്ചിട്ട്. ദ വിൻഡ് ബ്ലോ ദ വോയിസ് ഔട്ട് ഓഫ് മൈ മൗത്ത്. പക്ഷേ പറ്റിയില്ല, അത് കയറ്റി വിട്ടില്ല, ഷൗട്ട് ചെയ്യാണ് ചെയ്തത്. അതാണ് ദ വിൻഡ് ബ്ലൂ ദ വോയിസ് ഔട്ട് ഓഫ് മൈ മൗത്ത് എന്ന് പറയുന്നത്. വി were turned away. We saw the ferry rock bumping the land where we stood, moving, lifted and dropped by all that water, getting smaller and smaller until we didn't know if we were really seeing it or one of the birds that looked black dipping up and down out there. അവർക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ഫെറി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്.
The only good thing was one of the other people took the sweets and biscuits for him. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ കൊടുത്തിട്ടുള്ള സ്വീറ്റ്സും ബിസ്ക്കറ്റും വേറെ ആളുകളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഹി റോട്ട് ആൻഡ് സെഡ് ഹി ഗോട്ട് ദം. അപ്പോൾ പറഞ്ഞു, ഇവൻ കത്ത് എഴുതിയപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ ഗുഡ് ലെറ്റർ. പക്ഷെ ആ ലെറ്റർ അത്ര നല്ലതായിരുന്നില്ല. ഓഫ് കോഴ്സ് നോട്ട് എ ഗുഡ് ലെറ്റർ. ഹി വാസ് ക്രോസ് വിത്ത് മീ. I should have found out. I should have known about the permit. And he was right. I bought the train tickets. I asked where to go for the ferry. I should have known about the permit. I have passed standard 8. There was an advice office to go to in town. The churches ran it. He wrote. But the farm is so far from town. We on the farms don't know about these things. It was as he said, our ignorance is the way we are kept down. The ignorance must go. അപ്പോൾ ഈ കത്തിൽ ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവ എഴുതിയിരിക്കുന്നത്. കാരണം നിനക്കിത് അറിയേണ്ടതായിരുന്നു, പെർമിറ്റിൻ്റെ കാര്യം നിനക്കറിയില്ലേ, നീയല്ല എല്ലാതും ചെയ്തത്, അപ്പോൾ പെർമിറ്റ് നീ എടുക്കണ്ടേ എന്നുള്ള കുറ്റപ്പെടുത്തലിലാണ് ആ കത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ പറയാണ്, ശരിയാണ്, ഞാനത് നോക്കേണ്ടതായിരുന്നു, ഞാനാണ് ഇവിടെ 8ാം ക്ലാസ് വരെ പഠിച്ച ആൾ, ഞാനാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തത്, ഞാനാണ് ഫെറിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിച്ചത്. സോ ഈ പെർമിറ്റിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞിരിക്കണമായിരുന്നു. ബട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ ഇവൻ കത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു അഡ്വൈസ് ഓഫീസ് ഉണ്ട് ടൗണിൽ, ചർച്ച് നടത്തുന്നതാണ്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഇവള് പറയാണ്, ആക്ച്വലി ഈ ടൗൺ എന്ന് പറയുന്നത് ഇവരുടെ ഫാമിൽ നിന്ന് വളരെയധികം ദൂരെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഈ ഫാമിലെ ആളുകൾക്ക് അറിയില്ല. ഫാംസ് ഡോണ്ട് നോ അബൌട്ട് ദീസ് തിങ്സ്. സോ ഇറ്റ് വാസ് ആസ് ഹി സാഡ്. അപ്പോൾ പറയണ അവൻ ലവർ പറഞ്ഞത് ശരി തന്നെയാണ്. അവർ ഇഗ്നോറൻസ് ഇസ് ദ വേ വി ആർ കെപ്റ്റ് ഡൗൺ. ഞങ്ങളുടെ അറിവില്ലായ്മയാണ് ഞങ്ങളെങ്ങനെ താഴ്ത്തുന്നത്. ദിസ് ഇഗ്നോറൻസ് മസ്റ്റ് ഗോ. ഇഗ്നോറൻസ് എങ്ങനെയായാലും പോയേ പറ്റൂ. We took the train back and we never went to the island, never saw him in the 3 more years he was there. Not once. അപ്പോൾ പറയാണ്, അന്ന് ഞങ്ങൾ ആ ഐലൻഡ് കാണാൻ പറ്റാണ്ട് തിരിച്ചു പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. 3 വർഷത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. 3 വർഷം അവ അവിടെ ഉണ്ടായി, ഒരിക്കൽ പോലും ഞങ്ങൾ പോയിട്ടില്ല. We couldn't find the money for the train. ട്രെയിനുള്ള പൈസ ഞങ്ങൾക്കില്ല. His father died. അവൻ്റെ അച്ഛൻ മരിച്ചു. And I had to help his mother from my pay. അപ്പോൾ അച്ഛൻ മരിച്ചു, പിന്നെ എന്ത് സംഭവിച്ചു? അമ്മേനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇവൾക്കായി. For our people the worry is always money. I wrote. അപ്പോൾ നമ്മൾ അതായത് ഈ ഫാമിലത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പൈസയാണ്. അപ്പം ഞാൻ എഴുതി, when will we ever have money? Then he sent such a good letter. That's what I am on the island for, far away from you. I am here so that one day our people will have the things they need, land, food, the end of ignorance. There was something else. I could just read the word power. The prison had blacked out. All his letters were not just for me. The prison officer read them before I could. അപ്പോൾ പറയാണ്, ഇവള് ഒരു ദിവസം ലെറ്ററിൽ എഴുതി എന്നാണ് നമുക്ക് പൈസ ഉണ്ടാവുക എന്ന് എഴുതി. സോ ഇവൻ എന്ത് ചെയ്തു, തിരിച്ച് റിപ്ലൈ കൊടുത്തു. അത് നല്ലൊരു ലെറ്ററായിരുന്നു. അതായത് ഇവളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പം പറഞ്ഞത്, ഈ മണി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഐലൻഡിൽ പ്രിസണിൽ കിടക്കുന്നത്. പൈസയ്ക്ക് മാത്രം വേണ്ടിയിട്ടല്ല, നമ്മുടെ ഈ ജനങ്ങളുടെ, അതായത് ഈ ബ്ലാക്ക് പീപ്പിളിൻ്റെ മൊത്തം നമുക്ക് ആവശ്യമുള്ള ലാൻഡ്, അതുപോലെ തന്നെ ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മ മാറ്റുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്നത്. ആൻഡ് അവൻ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു, പവർ, അധികാരം, അതും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ പ്രിസണർ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കാണ്, അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളത് വായിച്ചെടുത്തു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഇവൻ അയക്കുന്ന ലെറ്റേഴ്സ് മൊത്തം ആദ്യം ആര് വായിക്കും? പ്രിസണർ വായിക്കും. അതിനുശേഷമാണ് ഇവളുടെ കയ്യിൽ കിട്ടുന്നതെന്ന്. ഹി വാസ് കമ്മിങ് ഹോം ആഫ്റ്റർ ഓൺലി 5 years. 5 വർഷം കഴിഞ്ഞാലേ വരുള്ളൂ. സോ ഭയങ്കര വിഷമിച്ച് ഇരിക്കുകയാണ്. That's what it seemed to me when I heard the 5 years were suddenly disappeared. Nothing. There was no whole year still to wait. I showed our little girl his photo again. That's your daddy. He is coming. You are going to see him. She told the other children at school, I have got a daddy.
and just as she showed off about the kids goat she had at home. അമ്മ പറയാണ് 5 വർഷം ഇനി അപ്പോൾ 5 വർഷത്തെ കഥ കഴിഞ്ഞു. ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 5 വർഷങ്ങൾ കഴിഞ്ഞു. സഡൻലി ഡിസപ്പിയർഡ്. സോ ഇനിയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മകള് ആരാണ്? മകളുടെ പേര് ഇൻകുലുലേക്കോട് പറയാണ് നിൻ്റെ അച്ഛൻ വരാറായി. അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവള് സന്തോഷം കൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, സ്കൂളിൽ പോയിട്ട് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എനിക്കൊരു ഡാഡീനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവള് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ കുട്ടി ഉണ്ടായിട്ട് എനിക്കൊരു ആട്ടിൻകുട്ടിയെ കിട്ടിയെന്ന് പറയുന്ന പോലെയാണ് ഡാഡിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് എനിക്കൊരു ഡാഡിയെ കിട്ടിയെന്ന് പറയുന്നത്. We wanted him to come at once and at the same time we wanted time to prepare. അപ്പോൾ പറയാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വേഗം ഒന്ന് വന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ നീഡ് ടൈം ടു പ്രിപ്പയർ. അവൻ്റെ വരവിനൊരു പ്രിപ്പറേഷനും കൂടി വേണമായിരുന്നു. His mother lived with one of his uncles. Now that his father was dead, there was no house of his father for him to take me to as soon as we married. പറയാണ് ഇവൻ്റെ അച്ഛൻ മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു വീടില്ല. അപ്പോൾ ഇവൻ്റെ അമ്മ അങ്കിളിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് താമസിക്കണ്ടേ. അപ്പോൾ ഇവളുണ്ട്, ഇവളുടെ കുട്ടിയുണ്ട്, പിന്നെ ഇവൻ്റെ അമ്മ. അപ്പോൾ 3 പേർക്കും താമസിക്കാൻ വീടില്ല. അപ്പോൾ ഈ വീടുണ്ടാക്കാനാണ് ഇവർക്ക് ടൈം വേണ്ടത്. പിന്നെ ഇവർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സ്ഥലമില്ല. If there had been time, my father would have cut poles, my mother and I would have baked bricks, cut thatch and built a house for him and me and the child. അപ്പോൾ പറയണേ ഞങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അച്ഛൻ എന്ത് ചെയ്യും, പോൾസ് കട്ട് ചെയ്യും, എൻ്റെ അമ്മയും ഞാനും കൂടി ബ്രിക്സൊക്കെ ബേക്ക് ചെയ്ത് താച്ചസൊക്കെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു വീട് ഉണ്ടാക്കുമായിരുന്നു സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ സമയമില്ല, തീരെ സമയമില്ല. അപ്പോൾ വീട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹിം, ഹൗസ് ഫോർ ഹിം ആൻഡ് മീ ആൻഡ് ദ ചൈൽഡ്. എനിക്കും അതുപോലെ എൻ്റെ ലവറിന് അല്ലെങ്കിൽ ഹസ്ബൻഡിനും കുട്ടിക്കും വേണ്ടിയിട്ട് ഞങ്ങളൊരു ഹൗസ് ഉണ്ടാക്കുമായിരുന്നു.